ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂമീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സ്ഥലത്ത് പോവാം കേട്ടോ. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ചതാണ്. നീരജ് എന്നാണ് പേര്. അപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഒരു സന്തോഷമുള്ള 3 വർഷമായിരുന്നു കേട്ടോ. നല്ല കൂട്ടുകാരെ കിട്ടി, അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെ കിട്ടി, നല്ല ഭംഗിയായിരുന്നു. അന്നേരപ്പം അന്നേരപ്പോഴത്തെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാമല്ലോ. കൂട്ടുകാരെ കാണുമ്പോഴത്തേനുള്ള സന്തോഷമുണ്ടല്ലോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2013 2016 ബാച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ PG പഠിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചെങ്കിലും ഈ ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരുമായിട്ട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റാണ്. അവരെ കാണുമ്പോഴും ഭയങ്കര സന്തോഷം, അവരെ വിളിച്ച് സംസാരിക്കും ഭയങ്കര സന്തോഷം. എന്തോ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഒരു ഹോളിലായിരുന്നു, റിസപ്ഷനാണ് ഞങ്ങൾ പോയത്. വെഡ്ഡിങ് കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അങ്ങ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാർക്കെല്ലാം കൂടെ ചെറിയൊരു പരിപാടിയായിട്ട് റിസപ്ഷനായിട്ടൊരു ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെക്കനും പെണ്ണും കൂടെ ഹോളിലോട്ട് വരുന്ന കേട്ടോ. അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും എത്തിയിരുന്നു. ഞങ്ങളെല്ലാവരും സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണേ. ഇത് ജഗദീഷ് എന്ന പേര്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെക്കനും പെണ്ണും കൂടെ ഹോളിലോട്ട് കയറും കേട്ടോ. ഞങ്ങൾ സംസാരിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരും ഒത്തിരി ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഒത്തിരി നാൾ കൂടി കാണുന്നതുകൊണ്ട് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടുകാരുടെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ വൈഫിനെയും മക്കളെയും എല്ലാവരെയും ഒത്തിരി എല്ലാം കാണുന്നത് തന്നെ ഫോട്ടോസിനകത്തൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. അതേപോലെ ഒത്തിരി ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അവർ ഞങ്ങളുടെ അടുത്ത് വന്നു കേട്ടോ. ചെക്കനും പെണ്ണും ഞങ്ങളുടെ അടുത്ത് വന്നിന്ന് സംസാരിക്കുകയാണ്. ഡിഗ്രി കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷകരമായ നല്ല നല്ല നിമിഷങ്ങൾ തന്ന 3 വർഷം കേട്ടോ ഡിഗ്രി. അത് കഴിഞ്ഞ് PG പഠിച്ചു, വേറെ കോഴ്സൊക്കെ പഠിച്ചെങ്കിലും ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരുമായിട്ട് എന്തോ ഭയങ്കര ഒരു കൂടപ്പിറപ്പിനെ പോലുള്ളൊരു ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഡിഗ്രിക്ക് പോകുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, ഒന്നും സംസാരിക്കാനില്ല, മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ കയറി വന്ന്, സുപർണ മിസ്. അത് മറക്കാൻ പറ്റില്ല. മിസ് ഞങ്ങളെല്ലാവരെയും ഒന്നിപ്പിച്ച് നല്ലൊരു ഒത്തൊരുമ ഉണ്ടാക്കി തന്നത് മിസ്സാന്ന് തന്നെ പറയാം. ഒത്തിരിയും ഞങ്ങൾ മിസ്സിനെ മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ എല്ലാവരെയും ഒട്ടുമിക്ക പേരെയും വിളിച്ചുവെങ്കിലും എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിച്ചില്ല. കാരണം ജോലി സംബന്ധമായ കുറച്ച് പേര് ഗൾഫ് കൺട്രീസിലൊക്കെയാണ്. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ആയിട്ടുള്ളവർ അങ്ങനെ വേറെ വേറെ സ്ഥലത്തായി ജോലിക്ക് പോയവർ അങ്ങനെയൊക്കെ കാരണം എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല. എന്നാലും വിളിച്ചതിൽ ഒട്ടുമിക്ക പേരും വന്നിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര സന്തോഷം. അവിടെ സ്റ്റേജിൽ ഓരോ പരിപാടികൾ നടക്കുകയാണ്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല രസം. ഇത്രയും വർഷം കടന്നു പോയെങ്കിലും അന്നത്തെ ആ ക്ലാസ്സിൽ ഉള്ള അതേ സൗഹൃദത്തിൻ്റെ ആ രീതി തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോഴും എന്തേലും സംസാരിച്ചാലും തീരത്തുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളും എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു. അത്രയും നേരം പെട്ടെന്ന് പോയ പോലെ 2-3 മണിക്കൂർ പെട്ടെന്ന് രാത്രിയായ പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. എനിക്കാണ് ഇവിടുന്ന് കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് പോരണമെന്നേ ഇല്ലായിരുന്നു. അതിനുശേഷം സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ നടക്കുന്നു, കേക്ക് കട്ടിങ്ങൊക്കെ നടക്കുന്നു. അന്നേരപ്പത്തേനും വേറെ 2-3 കൂട്ടുകാരോട് വന്നു. കുഞ്ഞുവാവേനെയൊക്കെ ആയിട്ട് വന്നിട്ട് 2 മാസമായ കുഞ്ഞുവാവയാണ്. അവളെയൊക്കെ വന്ന് ഞാൻ കൊച്ചിനെയൊക്കെ കാണാൻ പോയതായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ അടുത്തത് ഞങ്ങൾ ചെറിയ ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കയറിയിട്ടോ. നല്ല സന്തോഷം. ഫോട്ടോ എടുത്തു, ഗിഫ്റ്റ് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. നല്ല ഭംഗിയുള്ള നിമിഷങ്ങളായിരുന്നു. എല്ലാവരും ഒന്ന് ഒത്തുകൂടി സന്തോഷകരമായി ഒത്തിരി സന്തോഷമുള്ള നിമിഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം. എല്ലാ കാര്യത്തിനും എല്ലാ ഹസ്ബൻഡുമാരും പെൺകുട്ടികളെ കൊണ്ടുപോകും. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് ഒത്തുചേരാനോ കല്യാണം കഴിഞ്ഞ ഒന്നിനും പറ്റില്ലായിരുന്നു. അതിന് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. എന്നെ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരാണേലും അവരുടെ ഹസ്ബൻഡുമാർ കൊണ്ടുവന്നു, മക്കൾ വന്നു. പണ്ടത്തെ കാലഘട്ടത്തിലെ പോലെ അല്ലല്ലോ. അത്രയും വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി ഒത്തപ്പോൾ ഭയങ്കര സന്തോഷം. ഒറ്റ ഫ്രെയിമിൽ ഞങ്ങളെല്ലാം കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ഇങ്ങനെ
ആരുടെയെങ്കിലും കല്യാണമോ എന്തെങ്കിലും കയറിത്താമസമോ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒത്തുകൂടത്തുള്ളൂ. അതുമല്ല പലരുടെയും കല്യാണങ്ങളൊക്കെ നടന്നെങ്കിലും അതിനൊന്നും വിളിച്ചെങ്കിലും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ കൂടിയപ്പോഴത്തേനും ഒത്തിരി സന്തോഷവും നല്ല രസമുള്ള കുറച്ച് നിമിഷങ്ങളങ്ങ് കടന്നു പോയി. ഞങ്ങളുടെ ഡിഗ്രി കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റായ കോളേജായിരുന്നു. ഞങ്ങളുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിൽ മാത്രം ഉള്ള ആഘോഷങ്ങളായിരുന്നു എങ്കിലും നല്ല മാക്സിമം ഞങ്ങൾ സന്തോഷപൂർവ്വം അടിച്ച് പൊളിച്ചു മോശമായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല സുഹൃത്തുക്കളെ ഒറ്റക്കെട്ടായി ഗ്രൂപ്പിസോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ പോയൊരു ക്ലാസ്സായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു ക്ലാസ് റൂമായിരുന്നു. ഇനിയും തിരിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്ന എൻ്റെ 3 വർഷമാണ് എൻ്റെ ഡിഗ്രി കാലഘട്ടം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ സന്തോഷമായിരുന്നു, അതുപോലെ രസമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടേബിളിൽ ഇരിക്കാൻ പറ്റിയില്ല. പലരും പല ടേബിളിലൊക്കെ ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെയല്ലല്ലോ, ഉത്തരവാദിത്തങ്ങളായി കുട്ടികളായി. എന്നാലും ആ കളിയാക്കലുകൾക്കും ആ രസത്തിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ മാത്രം കിട്ടുന്നില്ല, എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് എന്താ പറയാനുള്ളതെന്ന് എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ ഇങ്ങനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അപ്പം തന്നെ ഫോൺ മാറ്റി. അങ്ങനെ രസകരമായ കുറച്ച് നിമിഷങ്ങളങ്ങ് കടന്നു പോയി. ഇനിയും ഇതുപോലെ നല്ല നല്ല നിമിഷങ്ങൾ കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്നു. എല്ലാത്തിനും ഒത്തിരി സന്തോഷം. എല്ലാത്തിനും വിളിക്കുന്നതിലും കൂട്ടുകാരൊത്ത് കൂടുന്നതിലും നമ്മുടെ വേറെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ വേറൊരു സന്തോഷമാണല്ലോ. ഇങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാം കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് പോവാണ്. വീണ്ടും ആരുടെയെങ്കിലുമൊക്കെ കല്യാണത്തിന് കാണാം.